നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 41 അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ദ്വീപുകളെ എൻ്റെ മുമ്പിൽ മിണ്ടാതിരിപ്പീൻ, ജാതികൾ ശക്തിയെ പുതുക്കട്ടെ, അവർ അടുത്തുവന്ന് സംസാരിക്കട്ടെ, നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അടുത്തു വരിക. ചെല്ലുന്നിടത്തൊക്കെയും നീതി എതിരേൽക്കുന്നവനെ കിഴക്ക് നിന്ന് ഉണർത്തിയതാര്? അവൻ ജാതികളെ അവന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ രാജാക്കന്മാരുടെ മേൽ വാഴുമാറാക്കുകയും ചെയ്യുന്നു. അവരുടെ വാളിനെ അവൻ പൊടി പോലെയും അവരുടെ ബില്ലിനെ പാറിപ്പോകുന്ന താളടി പോലെയും ആക്കിക്കളയുന്നു. അവനവരെ പിന്തുടർന്ന് നിർഭയനായി കടന്നു ചെല്ലുന്നു. പാതയിൽ കാൽവച്ചല്ല അവൻ പോകുന്നത്. ആറത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനന്യനും ആകുന്നു. ദ്വീപുകൾ കണ്ട് ഭയപ്പെട്ടു, ഭൂമിയുടെ അറുതികൾ വിറച്ചു. അവർ ഒന്നിച്ചുകൂടി അടുത്തു വന്നു, അവർ അന്യോന്യം സഹായിച്ചു. ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി, കൂട്ടി വിളക്കുന്നതിന് ചേലായി എന്ന് പറഞ്ഞ് ഇളകാതെ ഇരിക്കേണ്ടതിന് അവൻ അതിനെ ആണികൊണ്ടുറപ്പിക്കുന്നു. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായ നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പുഴുവായി യാക്കോബ്, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും ആയ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതറുപോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. എളിയവരും ദരിദ്രന്മാരും ആയവർ വെള്ളം തിരഞ്ഞ് നടക്കുന്നു. ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടുപോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവകളും ആക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, കതിരമരം, കൊഴുന്ത്, ഒലിവുവൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻ മരവും പുന്നയും വെച്ച് പിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തുവെന്ന് ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാപ്രവചനം 41 അധ്യായത്തിൽ വളരെ പ്രസിദ്ധങ്ങളായ പല വാക്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ദൈവമക്കൾക്ക് വലിയ പ്രചോദനം നൽകുന്ന വാക്യങ്ങളുണ്ട്. 4-ാം വാക്യം, യഹോവയായ ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. 8-ാം വാക്യം, നീയോ എൻ്റെ ദാസനായ ഇസ്രായേല്, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 10-ാം വാക്യം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. 14, പുഴുവായി യാക്കോബ്, ഇസ്രായേൽ പരിചയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ.
18 ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. ഈ അധ്യായം ആരംഭിക്കുന്നത് ദ്വീപുകളെ എൻ്റെ മുമ്പിൽ മിണ്ടാതെ ഇരിപ്പീൻ, ജാതികൾ ശക്തിയെ പുതുക്കട്ടെ, അവർ അടുത്തു വന്ന് സംസാരിക്കട്ടെ, നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അടുത്തു വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇസ്രായേലിനെ ഉപദ്രവിച്ചിട്ടുള്ള വലിയ ജനപദങ്ങളെ മാത്രമല്ല, ദ്വീപുകളിൽ ചുരുക്കമായി ഒറ്റപ്പെട്ട് കഴിയുന്നവരെയും ദൈവം വിധിക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ അധ്യായം നൽകുന്നത്. ദൈവം കിഴക്കുനിന്ന് ഒരാളെ വരുത്തും എന്ന് 2-ാം വാക്യത്തിൽ പറയുന്നു. അവൻ വടക്ക് നിന്ന് വരും എന്ന് 25-ാം വാക്യത്തിൽ ഉണ്ട്. ഇസ്രായേലിന്റെ കിഴക്കായ പേർഷ്യയിൽ നിന്നും ബാബേൽ, അതായത് പാർസി രാജാവായ കോരേശ് വരുന്ന കാര്യമാണ് ഇത്. യെശയ്യാപ്രവചനം 44:28-ലും 45:1-ലും കൃത്യമായി ഈ കോരേശിന്റെ പേര് പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ ദൈവം ഇത്ര കൃത്യമായി മുൻകൂട്ടി പറയുന്നത് പോലെ ജാതികളുടെ ദേവന്മാർക്കോ അവരുടെ വെളിച്ചപ്പാടന്മാർക്കോ പറയാൻ കഴിയുമോ എന്ന് ദൈവം വെല്ലുവിളിക്കുകയാണ്. ദൈവം സകല ജാതികളെയും ഉന്മൂലനാശം വരുത്തുമ്പോൾ, അതായത് വിഗ്രഹാരാധന നിമിത്തം, മ്ലേച്ഛതകൾ നിമിത്തം, ദൈവജനത്തെ ഇസ്രായേലിനെ ഉപദ്രവിച്ചത് നിമിത്തം സകല ജാതികളെയും ദൈവം ശിക്ഷിക്കുമ്പോൾ അവർ യഹോവയുടെ മഹത്വം അറിയും. എന്നാൽ ഇസ്രായേലിന് ബാലശിക്ഷ മാത്രമേ ഉണ്ടാകൂ, കാരണം അവർ ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ ദൈവം അവരോട് ക്ഷമിച്ചു കഴിയുമ്പോൾ അവരുടെ ദേശം പുഷ്ടിപ്പെടും, അവര് ആ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. അത് മരുഭൂമിയാണെങ്കിലും അവിടെ എല്ലാം ഉദ്യാനമായിട്ട് ഫലവൃക്ഷങ്ങളെ കൊണ്ട്, ധാന്യങ്ങളെ കൊണ്ട്, പട്ടണങ്ങളെ കൊണ്ട് അവ നിറയാനിടയാകും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 1946 വരെ സ്വന്തമായൊരു രാജ്യമില്ലാതെ ലോകത്തെല്ലാം ചിതറപ്പെട്ട് കിടന്ന ആളുകളെ 1948 ദൈവം അവിടെ വിളിച്ചു വരുത്തി അവർക്ക് രാജ്യം നൽകുകയാണ്. ആ മരുഭൂമിയിൽ അവര് വലിയ കൃഷി, വലിയ ജലസേചനം എല്ലാം നടത്തി അവര് പുഷ്ടിപ്പെടുവാനിടയായി. അത് ദൈവരാജ്യത്തിന്റെ ഒരു നിഴലാണെന്നാണ് ഈ അധ്യായം പറയുന്നത്. ഏറെ താമസിയാതെ ഇസ്രായേല് അല്ലെങ്കിൽ യെരൂശലേം ആസ്ഥാനമാക്കിക്കൊണ്ട് കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കുകയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളെല്ലാം അതിൽ ആനന്ദിക്കാൻ ഇടയായി തീരുകയും ചെയ്യും എന്ന് പറഞ്ഞാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കാൻ വരാറായി. അവൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവം ഏവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.